മൊബൈൽ ഫോണിലും ടാബ്ലറ്റിലും കമ്പ്യൂട്ടറിലുമെല്ലാം സ്ക്രോൾ ചെയ്ത് നിങ്ങളുടെ തലച്ചോർ പുതിയ ഇൻഫർമേഷനിലേക്ക് ഒരു മാരത്തൺ ഓട്ടം നടത്തുകയാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കാൻ നോക്കുമ്പോൾ ഫോണിലെ നോട്ടിഫിക്കേഷനോ പുതിയൊരു വാട്സപ്പ് മെസ്സേജോ നമ്മുടെ ശ്രദ്ധ മാറ്റിക്കളയുന്നു. ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ്. നമ്മുടെ അറ്റൻഷൻ സ്പാൻ അല്ലെങ്കിൽ ഏകാഗ്രത കുറഞ്ഞു വരുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ശ്രദ്ധ എന്നത് വെറും ഒരു പ്രൊഡക്ടിവിറ്റി ടൂൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെ തന്നെ ബാധിക്കുന്ന ഒന്നാണ് ശ്രദ്ധ, ഏകാഗ്രത എന്നീ കാര്യങ്ങളൊക്കെ. അറ്റൻഷൻ എന്നത് ഒരു മസിൽ പോലെയാണ്. ശരിയായ പരിശീലനം നൽകിയാൽ നമുക്കതിനെ വീണ്ടെടുക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശാസ്ത്രീയമായി എങ്ങനെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ തിരിച്ചു പിടിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ജോലി ചെയ്യുന്ന ആളുകൾക്കും ഒക്കെ അവരുടെ ആ ഒരു കരിയറുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഈ ശ്രദ്ധ തിരിച്ചു പിടിക്കുന്നതിലൂടെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ശ്രദ്ധ തിരിച്ചു പിടിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൃത്യസമയത്ത് പ്ലാൻ ചെയ്യുന്നതും പ്രധാനമാണ്. സാമ്പത്തികമായ വലിയ ലക്ഷ്യങ്ങളോ അപ്രതീക്ഷിതമായിട്ടുള്ള ആവശ്യങ്ങളോ വരുമ്പോൾ നമ്മുടെ സേവിങ്സ് അപ്പാടെ നഷ്ടപ്പെടുത്താതെ തന്നെ അവയെ നേരിടാനായിട്ടുള്ള വഴികളുണ്ട്. അവിടെയാണ് ബജാജ് ഫിൻസർവിന്റെ പേഴ്സണൽ ലോണുകൾ ഒരു പരിഹാരമായി മാറുന്നത്. 40,000 രൂപ മുതൽ 55 ലക്ഷം രൂപ വരെയുള്ള ഉയർന്ന ലോൺ തുക ബജാജ് ഫിൻസർവ് നൽകുന്നുണ്ട്. കേവലം 5 മിനിറ്റിനുള്ളിൽ ഇൻസ്റ്റന്റ് അപ്രൂവലും 24 മണിക്കൂറിനുള്ളിൽ പണം ബാങ്ക് അക്കൗണ്ടിൽ എത്തുകയും ചെയ്യുന്നതൊക്കെ ബജാജ് ഫിൻസർവിന്റെ ഒരു പ്രത്യേകതയാണ്. കൊളാട്രൽ അല്ലെങ്കിൽ ഗ്യാരണ്ടി അല്ലെങ്കിൽ ഈടൊന്നും നൽകേണ്ടതില്ലാത്ത ഈ ലോൺ സാലറി ഉള്ളവർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ലഭ്യമാണ്. ഫ്ലെക്സി ഹൈബ്രിഡ് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ തുക പിൻവലിക്കാനും അധികമുള്ളപ്പോൾ തിരിച്ചടയ്ക്കാനായിട്ടും സാധിക്കും. മെഡിക്കൽ എമർജൻസി, വിവാഹം, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങി എന്തിനുമാകട്ടെ മറഞ്ഞിരിക്കുന്ന ചാർജുകളൊന്നുമില്ലാതെ ബജാജ് ഫിൻസർവിന്റെ പേഴ്സണൽ ലോൺ നിങ്ങൾക്ക് സഹായകരമാണ്. നിങ്ങൾക്ക് ഈ ഒരു ലോൺ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെയും കമന്റ് ബോക്സിലെയും ലിങ്ക് ഉപയോഗിക്കുക. വീഡിയോയിലേക്ക് തിരികെ വരുമ്പോൾ നമ്മുടെ ഫോക്കസ് വർദ്ധിപ്പിക്കാനുള്ള ബാക്കി ശീലങ്ങളിലേക്ക് വരാം. എന്തുകൊണ്ടാണ് നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് മാറുന്നത്? ഇതിനു വലിയ പ്രധാനമായും 3 മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഈ കാലഘട്ടത്തിൽ ഈ കാരണങ്ങൾ പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അറ്റൻഷൻ ആസ് എ ഫൈനൈറ്റ് റിസോഴ്സ്. നമ്മുടെ ഏകാഗ്രത എന്നത് ഒരു ചെറിയ എനർജി റിസർവോയർ പോലെയാണ്. ഓരോ ഡിസ്ട്രാക്ഷനും ഇതിൽ നിന്ന് ഊർജം ചോർത്തി കളയുന്നുണ്ട്. അതേപോലെ തന്നെയുള്ള ഒരു ദ മൾട്ടി ടാസ്കിംഗ് മിത്ത്. നമ്മൾ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് കരുതുന്നുണ്ടെങ്കിലും സത്യത്തിൽ തലച്ചോർ വേഗത്തിൽ ഒരു ടാസ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇത് തെറ്റുകൾ കൂടാനായിട്ടും തലച്ചോർ പെട്ടെന്ന് ക്ഷീണിക്കാനായിട്ടും കാരണമാകും. അതുകൊണ്ടാണ് നിങ്ങൾ ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള തോന്നലുണ്ടാകുന്ന സമയത്തും ഒരു തൃപ്തി ഉണ്ടാവാതിരിക്കുകയും ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളും തുടർന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ എൻവയൺമെന്റ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് നമ്മളതിൽ ലോക്കായിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയ ആപ്പുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധ പിടിച്ചു നിർത്താനാണ്. ഓരോ ലൈക്കും നോട്ടിഫിക്കേഷനും നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ലഹരി പോലെ വീണ്ടും നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്ന സമയത്തും ഇൻസ്റ്റഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും നമ്മൾ പോകുന്നതും മണിക്കൂറുകൾ അവിടെ പാഴാക്കി കളയുന്നതും. ഇനി നമുക്ക് എങ്ങനെ ഇത് പരിഹരിക്കാം? ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട 5 ശീലങ്ങളെ പറഞ്ഞു തരാം. ഇത് ശീലങ്ങളാണ്, ഇത് നമ്മൾ ശീലിച്ച് എടുക്കേണ്ടതാണ്. ഹാബിറ്റ് നമ്പർ 1, റീസെറ്റ് യുവർ ബേസ് ലൈൻ. ആദ്യം നിങ്ങളുടെ നിലവിലെ അവസ്ഥ മനസ്സിലാക്കുക. ഫോൺ നോക്കാതെ എത്ര നേരം നിങ്ങൾക്ക് തുടർച്ചയായി ജോലി ചെയ്യാൻ കഴിയുന്നുണ്ട്? ഈ സമയം അളക്കുന്നത് മാറ്റത്തിലേക്കുള്ള ആദ്യ ചുവടാണ്. ഹാബിറ്റ് നമ്പർ 2, റീഡിസൈൻ യുവർ എൻവയോൺമെന്റ്. നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ആ ഒരു ചുറ്റുപാടുകളെ ചെറിയ രീതിയിലൊന്ന് മാറ്റേണ്ടതുണ്ട്. ജോലി ചെയ്യുന്ന സമയത്ത് ഫോണ് തൊട്ടടുത്ത മുറിയിലൊന്ന് വെച്ച് നോക്കുക. ബ്രൗസറിൽ ആവശ്യമില്ലാത്ത ടാസ്കുകൾ അല്ലെങ്കിൽ ടാബുകൾ എല്ലാം ക്ലോസ് ചെയ്തിട്ട് മൊത്തത്തിൽ അതിനൊന്ന് ക്ലീൻ ആക്കി എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെച്ച് നോക്കുക. അങ്ങനെ ആ ഒരു പരിസരം, നമ്മൾ ജോലി ചെയ്യുന്ന, പഠിക്കുന്ന, നമ്മൾ ഏകാഗ്രത ആഗ്രഹിക്കുന്ന ആ ഒരു പരിസരം ഡിജിറ്റൽ ഗാഡ്ജറ്റുകളിൽ നിന്നിട്ട് ഒന്ന് ക്ലീൻ ആക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ ഭേദം ഉണ്ടാവും. ഇനി ഹാബിറ്റ് നമ്പർ 3, യൂസ് റിച്വൽസ്. ആചാരങ്ങൾ. എങ്ങനെയാണ്? കുഞ്ഞു ആചാരങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ പോലെയല്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ജോലി തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ ആചാരം, ഒരു റിച്വൽ ഉണ്ടാക്കിയെടുക്കുക. ഒരു കപ്പ് ചായ കുടിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കസേരയിൽ ഇരിക്കുകയോ ചെയ്യുന്നത് ജോലി തുടങ്ങാനായി എന്ന സിഗ്നൽ തലച്ചോറിന് നൽകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കും. അതേപോലെ അധ്യാപകരും മുതിർന്നവരും ഒക്കെ നിങ്ങളോട് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, പഠിക്കുന്നതിന് മുൻപ് ഒരു 5 മിനിറ്റ് ഏകാഗ്രതയോടെ ഒന്ന് പ്രാർത്ഥിക്കുക. അതൊക്കെ ഒരു റിച്വലിന്റെ ഭാഗമാണ്. ഇതൊക്കെ നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുന്നു എന്നുള്ള ഒരു പ്രേരണയിലേക്ക് എത്തിക്കും. ഇനി ഹാബിറ്റ് നമ്പർ 4, ബ്രേക്സിനെ കുറിച്ചിട്ടാണ്, ഇടവേളകളെ കുറിച്ചിട്ട്. നിങ്ങൾക്ക് വളരെയധികം താല്പര്യമുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ ആ ഒരു ബ്രേക്കുകളെ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ബ്രേക്കാക്കി മാറ്റേണ്ടതുണ്ട്. ഇടവേളകളിൽ ഫോൺ നോക്കുന്നതിന് പകരം അല്പം നടക്കുകയോ വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്യുക. ഇത് തലച്ചോറിന് ശരിക്കുള്ള യഥാർത്ഥ വിശ്രമം നൽകും. ഇനി ഹാബിറ്റ് നമ്പർ 5, കണക്ട് ടു എ പർപ്പസ്.
ഞാൻ കുറച്ച് പഠിക്കും എന്ന് പറയുന്നതിന് പകരം ഈ ഒരു കാര്യം ഞാൻ കൃത്യമായി പഠിച്ചു തീർക്കുമെന്ന് തീരുമാനിക്കുക. ലക്ഷ്യം വ്യക്തമാണെങ്കിൽ ശ്രദ്ധ തിരിയുകയില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടപ്പോൾ നല്ല രസമൊക്കെ ഉണ്ട്. ഇനി പ്രായോഗിക തലത്തിലേക്ക് എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളെ കൊണ്ടുവരാനായിട്ട് പറ്റുക എന്ന് നോക്കാം. ഈ ഒരു കാര്യങ്ങൾ പ്രായോഗികമായിട്ട് തുടങ്ങാനായിട്ട് നമ്മൾ ഒരു 7 ദിവസത്തെ ചലഞ്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് ഈ ഒരു ചലഞ്ചിലേക്ക് കടക്കാവുന്നതാണ്. ഡേ 1 ആദ്യ ദിനം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബേസ് ലൈൻ ടെസ്റ്റ് ആണ്. ഫോൺ ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ മാറ്റിവെച്ച് ഒരു ജോലിയിൽ എത്ര നേരം തുടർച്ചയായി ഇരിക്കാൻ കഴിയുന്നുണ്ട് എന്ന് നോട്ട് ചെയ്യുക. ഇനി ഡേ 2 നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഫിസിക്കൽ ബോർഡർ ആണ്. ജോലി സമയത്ത് ഫോൺ മറ്റൊരു മുറിയിൽ ചാർജ് ചെയ്യാനായിട്ട് വെക്കുക. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഫോൺ എത്ര നേരം നിങ്ങളിൽ നിന്ന് മാറ്റി വെക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് നോക്കുക. ഡേ 3 നമുക്കൊരു 25-5 എന്ന ഒരു റൂൾ അപ്ലൈ ചെയ്യാം. 25 മിനിറ്റ് ജോലി, 5 മിനിറ്റ് ബ്രേക്കിൽ ഫോൺ ഉപയോഗിക്കരുത് കേട്ടോ. ഡേ 4 നമുക്കൊരു നോട്ടിഫിക്കേഷൻ ക്ലീനപ്പ് നടത്താം. ഫോണിലെ അനാവശ്യ നോട്ടിഫിക്കേഷനുകളെല്ലാം നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോയി ആപ്പിൽ പ്രത്യേകം പോയി ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്പുകളിലെല്ലാം നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യുക. ഡേ 5 നമ്മൾ സിംഗിൾ ടാസ്കിംഗ് മാസ്റ്ററി എന്നുള്ളൊരു കാര്യമാണ് ട്രൈ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ മൾട്ടി ടാസ്കിംഗ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് TV കാണുകയോ ഫോൺ ഉപയോഗിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഡേ 6 ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു ഡീപ്പ് വർക്ക് റിച്വൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്തോ ജോലിക്കിരിക്കുന്ന സമയത്തോ അത് തുടങ്ങുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ഡ്രസ്സുകളൊക്കെ ഒന്ന് മടക്കി വെക്കുന്ന ഒരു പരിപാടി എല്ലാ ദിവസവും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ജോലി ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ പഠിക്കുന്നതിന് മുന്നേ ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു റിച്വലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഡേ 7 നമ്മളൊരു ആത്മപരിശോധന നടത്തുകയാണ്. കഴിഞ്ഞ 6 ദിവസത്തെ പ്രകടനം വിലയിരുത്തുക. നിങ്ങളുടെ ഫോക്കസ് സമയം വർദ്ധിച്ചോ എന്ന് സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കുക. അറ്റൻഷൻ സ്പാൻ തിരിച്ചു പിടിക്കുന്നത് ഒരു ദീർഘദൂര ഓട്ടം പോലെയാണ്. ഇത് വെറും ഒരു പ്രൊഡക്ടിവിറ്റി ടിപ്പല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ബോധപൂർവ്വം നയിക്കാനായിട്ടുള്ള ഒരു കരുത്താണ്. ഈ 7 ദിവസത്തെ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആളുകൾ കമന്റ് ബോക്സിൽ ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് ടൈപ്പ് ചെയ്യുക. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം മറക്കേണ്ട. നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ എന്ത് തന്നെയായാലും ഇന്ന് തന്നെ ബജാജ് ഫിൻസർവിന്റെ പേഴ്സണൽ ലോണുകളെ കുറിച്ചിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കുക. ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് വെറും 5 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ലോൺ എലിജിബിലിറ്റി നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. വളരെ ലളിതമായ ഡോക്യുമെന്റേഷനിലൂടെ സുതാര്യമായ വ്യവസ്ഥകളോടെ നിങ്ങൾക്ക് ഈ ലോൺ സ്വന്തമാക്കാം. അപ്രൂവ് ആകുന്ന ലോൺ തുക ബാങ്ക് അവധി ദിവസങ്ങളിൽ പോലും പിൻവലിക്കാമെന്നത് ഒരു വലിയ പ്രത്യേകതയാണ്. ഒട്ടും വൈകിക്കേണ്ട, സ്മാർട്ടായി പ്ലാൻ ചെയ്യൂ, നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കൂ. ഇനി വരുന്ന കുറച്ച് മാസങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ചില ടോപ്പിക്കുകൾ കൈകാര്യം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. റിയാക്ഷൻസ് ചെയ്യാനായിട്ട് ധാരാളം ആളുകളുണ്ട്. റിയാക്ട് ചെയ്യാതെ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷനിലേക്ക് കടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. ഈ ഒരു ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും വീഡിയോ ഷെയർ ചെയ്യുക. ഹൈപ്പ് ചെയ്യുന്ന ഓപ്ഷനൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഉറപ്പായും കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.